ശ്യാമേ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ജീവിതത്തിന്റെ സംഗീതം എങ്ങനെ പോകുന്നുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നു സാർ. വളരെ ശ്രുതിപ്പഴ ഉണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ല. വളരെ സന്തോഷത്തോടെ പോകുന്നു. അതിന് ശ്യാമിനെ വീട്ടിൽ കാണാറില്ലല്ലോ. വീട്ടിലുണ്ടെങ്കിലല്ലേ? അതെ അല്ലേ? നിങ്ങൾ എവിടെ വെച്ചാ കണ്ടുമുട്ടിയത്? ഞങ്ങൾ കോളേജിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നത്. RLV കോളേജിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചേ. നിങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്നു? അല്ല സാർ, ഞാന് ആക്ച്വലി അവിടെ നിന്ന് കഴിഞ്ഞു. ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി. ദാസേട്ടന്റെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു RLVയില്. അത് കാണാൻ പോയിട്ട് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. ഒരു തലയിലെടുത്ത് നേരെ പോയനെ. അങ്ങനെ അന്ന് കണ്ടുമുട്ടിയതാണ്. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ എന്താ തോന്നിയത്? ഇല്ല, ഞാൻ കണ്ടില്ല. നന്നായി. ഓക്കെ, എന്നിട്ട് അവിടുന്ന് പിന്നെ കണ്ടു പരിചയപ്പെട്ടു. പിന്നെ ഞാൻ വീട്ടിൽ പോയി ചോദിച്ചു, അന്വേഷിച്ചു. അല്ല, ശ്യാമിനത് അങ്ങനെ സാറിന് ശ്യാം അങ്ങനൊന്നും കയറി വളയുന്ന ആളല്ലല്ലോ. അല്ല, ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോ വീട്ടില് സംസാരിക്കാനാ പറഞ്ഞു. വീട്ടില് ആളുടെ വീട്ടില്. അപ്പൊ വീട്ടില് പുള്ളിക്കൊരു പ്രണയത്തിനൊന്നും താല്പര്യമില്ല. അപ്പൊ അല്ല, അത് എനിക്കും വീട്ടില് സംസാരിക്കാം. വീട്ടില് സംസാരിച്ചിട്ട് ശ്യാമിന് സമയമില്ലാത്തോണ്ടാവുന്നു ഈ പ്രണയിച്ച് നടക്കേണ്ട എളുപ്പ കാര്യങ്ങളൊക്കെ നടത്തി കെട്ടിക്കേറി. അതായിരുന്നോ? ചുരുക്കത്തിൽ പറഞ്ഞ അതായിരിക്കും പെട്ടെന്ന്. ഓക്കെ, ഈ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അന്ന് ഒന്ന് നോക്കേണ്ടിയിരുന്നു തോന്നിയിരുന്നോ? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. നോക്കിയായിരുന്നു ഒരു കാൽക്കുലേഷൻ കിട്ടിയതിന്? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. എന്തുവാ ശ്യാമിന്റെ ഈ സംഗീത ജീവിതത്തിൽ താങ്കളുടെ റോൾ എങ്ങനെയാ? എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഡാൻസറാണ്. അപ്പൊ ഞങ്ങൾ പരസ്പരം നല്ലൊരു ധാരണയില് ഞാൻ ഭരതനാട്യം പഠിച്ചേ. ഈ ഒരു കേൾവിക്കാരനായിട്ട് പോയിട്ടുണ്ടോ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന്? എനിക്ക് പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോ പ്രോഗ്രാംസ് നടക്കുകയാണെങ്കിലും എനിക്ക് പോവാൻ പറ്റുന്നതാണെങ്കിൽ നിഷ്പക്ഷമായിട്ട് എന്റെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കണം. തീർച്ചയായും. ഏതെങ്കിലും പരമ ഓറായ ഒരു പരിപാടിക്ക് പോയിരുന്നിട്ട് ഈ മനുഷ്യരെ കൊല്ലണമെന്ന് തോന്നിയ നിമിഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ താങ്കൾക്ക് തുറന്നു പറയും ഞാൻ. താങ്കള് ശുദ്ധിശുദ്ധമായ ഡാൻസർ അല്ലേ? കേൾക്കാനൊക്കെ ആയിരിക്കുമല്ലോ താല്പര്യം. അങ്ങനെ ഞാൻ അങ്ങനെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഞാൻ തുറന്നടിച്ച് അഭിപ്രായം പറയും. അതിപ്പം പ്രോഗ്രാമിനേക്കാളും കൂടുതൽ സാറേ റെക്കോർഡിങ്സ് ഉണ്ടാവൂലേ? അപ്പൊ ഞാൻ ഈ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാട്ട് കേൾപ്പിക്കും. അതില് മാക്സിമം പറയാനുണ്ട്. കാരണം ഞാൻ ഇപ്പൊ എന്റെ തന്നെ കുറെ കവേഴ്സ് ആണെങ്കിലും കുറെ ട്രാക്ക് പാടുന്നതാണെങ്കിലും ഞാൻ പാടിയിട്ട് വന്നിട്ട് വൈഫിനെ ആദ്യം കേൾപ്പിക്കാം. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞത് അത്യാവശ്യം പാടും. അതിനകത്ത് ഏറ്റവും കൂടുതൽ താമസിക്കാൻ എളുപ്പമാണോന്നോ എന്റെ സംശയം. തീർച്ചയായിട്ടും സാറേ, താമസിച്ച് പോകാനല്ലേ? ഒരാൾ ഡാൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, പാട്ടാണെങ്കിൽ പ്രശ്നമില്ലെന്ന് എനിക്കുന്നത്. അല്ല, ശ്യാം എന്തുവാ ഈ ഡാൻസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? എനിക്കും ബേസിക്കലി ഡാൻസും ഭയങ്കര ഇഷ്ടം. ഇല്ല, നമുക്ക് പറ്റില്ല. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ പോയല്ലോ. അപ്പൊ പാട്ടും ഡാൻസ് ആവുമ്പോ ഒരു ഒരാളാണല്ലോ അല്ലേ? അപ്പൊ ആ ഒരു അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. ഇത് വേറെ ഫീൽഡാണ്, ഞാൻ വേറെ ഫീൽഡാണ്. ഞങ്ങൾ സമാധാനപരമായിട്ട് പോകുന്ന ആൾക്കാരാണ്. സംഭവ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏത് കാര്യത്തിലാ? വീട്ടിലില്ലാത്ത കേസിൽ മാത്രമേ വീട്ടിൽ വരാൻ പറ്റാത്ത ഉണ്ടല്ലോ ശ്യാമേ. വീട്ടിൽ കുറച്ചുള്ളവരാണ് ഭാഗ്യവാന്മാർ. ഓക്കെ, ഞാൻ വരുന്നു. ഞാൻ എന്താ പറയാൻ വന്നു? അല്ല, സത്യമാണത്. കൊല്ലാൻ തീരുമാനിച്ചല്ലോ ഇല്ലല്ലോ. ഓക്കെ, റെഡി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.